السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, അടുത്ത ദിനങ്ങളിൽ മുഹറം 9, 10 എന്നീ ദിവസങ്ങൾ ആശൂറാവും താസ്വാവും നമ്മിലേക്ക് വരികയാണ്. ആ ദിവസങ്ങളെ വലിയ പ്രാധാന്യത്തോടുകൂടെ കാണുകയും സുന്നത്ത് നോമ്പ് നോറ്റും പൊതുവിൽ സ്ഥിരപ്പെട്ട നന്മകൾ വർദ്ധിപ്പിച്ചും ആ ദിവസങ്ങളെ ആദരിച്ചു ബഹുമാനിച്ചും പുണ്യം നേടാൻ ആവശ്യമായ ഒരുക്കങ്ങൾ നമ്മളെല്ലാവരും നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം 10 നോമ്പ്, ആശൂറാ നോമ്പ്, അതിന് ഒരു വർഷത്തെ ദോഷം പൊറുപ്പിക്കാൻ മാത്രം പര്യാപ്തമായ പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയത് കാണാം. നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള ദിവസങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് വയൗമു ആശൂറ വഹുവ ആശിറുൽ മുഹറം, മുഹറം 10 അന്ന്, അതാണ് ആശൂറാ നാൾ. അന്ന് നോമ്പ് നോൽക്കൽ ശക്തിയായ സുന്നത്താണ്. لأنه يكفر السنة الماضية كما في مسلمين. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതുപോലെ കഴിഞ്ഞൊരു വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന അത്രയും പ്രാധാന്യമുള്ളതാണ് ആ നോമ്പ്. അതുകൊണ്ട് ആ ദിവസത്തെ നോമ്പിനെ പ്രത്യേകം പരിഗണിക്കണം. അപ്പോൾ താസുആ, അതേപോലെ മുഹറം 9 നോമ്പും പരിഗണിക്കണം, പ്രാധാന്യമുള്ളതാണ്. ലിഖബരി മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നല്ലോ, ലഇൻ ബഖീതു ഇലാ ഖാബിലില്ല അസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 കൂടി നോമ്പെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതായത് മുഹറം 10 യഹൂദികൾ കൂടി നോമ്പെടുക്കുന്നുണ്ട്, അപ്പൊ അവരും നമ്മളും സാമ്യമായി പോകുമോ എന്ന സഹാബത്തിന്റെ സംശയത്തിന് സാമ്യമാവാതിരിക്കാൻ ആവശ്യമായ ഒരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഫത്ഹുൽ മുഈനിൽ തുടർന്ന് പറഞ്ഞത് കാണാം, വൽ ഹിക്മത്തു, ഈ 9 നോമ്പെടുക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായാലും നോമ്പെടുക്കണം എന്ന് പറഞ്ഞത് മുഖാലഫത്തുൽ യഹൂദി, യഹൂദികളോട് എതിരാവുക എന്നതാണ് അതിന്റെ കാര്യം. ഒമിൻ സമ്മ, ഇതുകൊണ്ട് തന്നെ സുന്നൽ ഇമൻ ലം യസുംഹു, 9 നോമ്പെടുക്കാത്തവർക്ക് സുന്നത്താക്കപ്പെടും സൗമുൽ ഹാദി അശർ, 11 അന്ന് നോമ്പെടുക്കൽ. ബൽ വൈൻ സാമഹു, 9 നോറ്റാലും 11 കൂടെ നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്നതാണ് കാര്യം. ലിഖബരിൻ ഫീഹി, അങ്ങനെ തന്നെ ഹദീസ് വന്നിട്ടുണ്ട്. സൂമു യൗമൻ ഖബലഹു വ യൗമൻ ബഅദഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. അപ്പോ 9 നോറ്റില്ലെങ്കിൽ എന്തായാലും 10 മാത്രം ചുരുക്കാതെ 11 കൂടെ എന്തായാലും നോൽക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ 9 നോറ്റാലും 11 കൂടെ നോക്കുകയാണ് വേണ്ടത്. എന്നാൽ ഒരാൾക്ക് 10 മാത്രമേ നോൽക്കാൻ സാധിക്കുമെങ്കിലോ അത് യഹൂദികളോട് സാമ്യമാകും എന്ന കാരണം പറഞ്ഞ് 10 മാത്രമായതുകൊണ്ട് അതിന് ഒഴിവാക്കുകയാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. കാരണം മഖ്ദൂം തങ്ങൾ പറഞ്ഞു, ഫിൽ ഉമ്മി, കിതാബുൽ ഉമ്മിലുണ്ട്, ലാ ബഅസാൻ യുഫ്രിദഹു, 10 മാത്രം നോമ്പെടുക്കുന്നതിന് തകരാറൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് മോശമായ രീതിയൊന്നും അതിൽ വരാനില്ല. കാരണം പ്രത്യേകമായി സാധിക്കുമെങ്കിൽ 9 അതേപോലെ 11 കൂടെ എടുത്തുകൊണ്ട് പുണ്യങ്ങളുടെ വർധനവിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വേണ്ടത് എന്ന് മാത്രം. അപ്പോൾ ഒരാൾക്ക് 10 മാത്രമേ നോമ്പെടുക്കാൻ സൗകര്യമുള്ളൂ എങ്കിൽ 9 നോൽക്കാൻ കഴിഞ്ഞില്ല, 11 നോൽക്കാൻ സാധ്യതയുമില്ല, അതുകൊണ്ട് 10 മാത്രം നോൽക്കണ്ട എന്ന ചിന്തയിലേക്ക് പോകേണ്ടതില്ല. 10 മാത്രം സാധിക്കുമെങ്കിൽ ആ നന്മയെങ്കിലും ചെയ്യാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കണം. വമ്മാ ഹദീസുൽ ഇഖ്തിഹാലി വൽ ഗുസ്ലി വത്തതയ്യുബ് ഫീ യൗമി ആശൂറ, മുഹറം 10 അന്നൊരു പ്രത്യേക സുറുമയിടൽ, പ്രത്യേക കുളി, അതേപോലെ തന്നെ പ്രത്യേക സുഗന്ധം പൂശൽ എന്നിങ്ങനെയൊക്കെ വേണമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് ഫമിൻ വലഇൽ കദ്ദാബീൻ, അത് ഒരേ കള്ളവാദികളുടേതായിട്ടുള്ള നിർമ്മിതികളിൽപ്പെട്ടതാണ് എന്നുകൂടി മഖ്ദൂം തങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. വഹാസിലുഹു, ഈ വിഷയത്തിന്റെ ചുരുക്കം യാനത്തു താലിബീനിൽ കാണാം. അന്നമാ വറദമിൻ ഫിഅലി അശ്രി ഖിസാലിൻ യൗമ ആശൂറാ, മുഹറം 10 അന്ന് 10 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു വന്നിട്ടുള്ള റിപ്പോർട്ടിലും യസിഹ ഫീഹാ ഇല്ലാ ഹദീസു സിയാമി വത്തൗസിയത്തി അലൽ അയാൽ, നോമ്പ് നോൽക്കണം എന്നതും കുടുംബത്തിന് വിശാലത ചെയ്യണം എന്നതും ഒഴിച്ച് ബാക്കിയുള്ള ഒന്നും
ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരണം വന്നിട്ടുള്ള കാര്യങ്ങളല്ല. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഫിയൗമി ആശൂറ ആശുറുൻ തത്തസിൽ ബിഹസ്നതാനി വലഹാ ഫളലുൻ നുഖിൽ സും സല്ലിസിൽ സുർ ആലിമൻ ഉദ് വക്തഹിൽ റഅസൽ യതീമിം സഹ തസദ്ദഖ് വഗ്തസിൽ വസ്തിഅലൽ അയ്യാലി ഖല്ലിം ളുഫറ ബസൂറത്തൽ ഇഖ്ലാസി ഖുൽ അൽഫൻ തസിൽ. അങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ആശൂറാ ദിനത്തിൽ 10 കാര്യങ്ങൾ, അതോടൊപ്പം ഒരു 2 കൂടെ ചേർക്കണം, അഥവാ 12 കാര്യങ്ങൾ ആശൂറാന്റെ അന്ന് ചെയ്യണം എന്ന് ചിലർ പറഞ്ഞു. അതേതാ? സും, ഒന്നൊരു പ്രത്യേക നിസ്കാരം, ഒന്ന് സും നോമ്പ് നോൽക്കുക, രണ്ടാമത്തത് സ്വല്ലി ഒരു പ്രത്യേക നിസ്കാരം, സിൽ മൂന്നാമത്തത് കുടുംബ ബന്ധം ചേർക്കൽ, നാലാമത്തത് സുർ ആലിമൻ ഒരു പണ്ഡിതനെ സന്ദർശിക്കൽ, അഞ്ചാമത്തത് ഒരു രോഗിയെ സന്ദർശിക്കൽ, അന്നൊരു പ്രത്യേക രോഗ സന്ദർശനം, വക്തഹിൽ ആറാമത്തത് സുർമയിടൽ, റസൽ യതീമിം ഏഴാമത്തത് അനാഥ കുട്ടിയുടെ തലായിൽ ഔദാര്യ സ്നേഹത്തോടെ തടവൽ, തസദ്ദഖ് എട്ടാമത്തത് ധർമ്മം ചെയ്യൽ, വഖ്തസിൽ ഒമ്പതാമത്തത് കുളിക്കൽ, വസ്യ അലൽ അയ്യാലി പത്താമത്തത് കുടുംബത്തിന് വിശാലത ചെയ്യൽ, കല്യം ദുഫറ 11ാമത്തത് നഖം മുറിക്കൽ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ അൽഫൻ 1000 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ. ഇങ്ങനെ 12 കാര്യങ്ങൾ ഈ ദിവസം ചെയ്യണമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ആശൂറാന്റെ ദിവസം നോമ്പ് നോൽക്കണമെന്നതും അതേപോലെ കുടുംബത്തിന് വിശാലത ചെയ്യണം എന്നതുമല്ലാത്ത മറ്റു 10 കാര്യങ്ങൾക്കും അടിസ്ഥാനം പോരാ. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യമാണ് അന്നത്തെ ദിവസം എന്ന നിലക്കുള്ള പ്രത്യേക കാര്യമായിട്ട് കാണേണ്ടത്. അന്ന് കുളിക്കാൻ പാടില്ലാന്നോ ആലിമിനെ സന്ദർശിച്ചുകൂടാന്നോ യതീമിന്റെ തലയിൽ തടവിക്കൂടാന്നൊന്നുമല്ല. അതന്നത്തെ പ്രത്യേക ആചാരം എന്ന അർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്നതിന് തെളിവില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഏതായാലും ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മുഹറം 10 ദിനം ധാരാളം അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഫതഹ് നൽകിയ, പ്രബോധന രംഗത്ത് വലിയ വിജയം നൽകിയ, പ്രത്യേകിച്ചും മഹാനരായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഫറോവയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രവർത്തനങ്ങളുടെ ഒരു സമാപനം കുറിച്ചുകൊണ്ട് സത്യത്തിന്റെ വിജയവും അതേപോലെ അസത്യത്തിന്റെ എന്നേക്കുമായുള്ള പരാജയവും കുറിച്ചുകൊണ്ട് ചെങ്കടലിൽ ഫറോവയും അവന്റെ ആളുകളും മുങ്ങിമരിക്കുന്നതിനും മൂസാ നബി അലൈഹി ഇസ്ലാമും ഇസ്രായേലികളും പൂർണ്ണ സുരക്ഷിതരായിട്ട് മാറാനും ആവശ്യമായ അനുഗ്രഹം അല്ലാഹു തആല ചെയ്തതിന്റെ നന്ദി ഈ മുഹറം 10 നോമ്പിൽ പ്രത്യേകം കടന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ മുഹറം 10 നമ്മൾ ആദരവോടെ കാണണം. ചില മഹാന്മാർ പറഞ്ഞല്ലോ, യഗാദിയൻ ഫീ ഗഫലത്തിൻ വറായിഹ ഇലാ മതാ തസ്തഹ്സിനുൽ ഖബായിഹ. ഓ മനുഷ്യ, ശ്രദ്ധയിലായി നേരം വെളുക്കുകയും വൈകുന്നേരമാവുകയും ചെയ്യുന്ന മനുഷ്യ, എങ്ങോട്ടാണ് നീ തിന്മകളൊക്കെ എത്ര കാലമാണ് സകല തിന്മകളെയും നന്നായി കണ്ടുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക? വകം അഖീകം ലാ തഖാഫു മൗഖിഫ യസ്തംതിഖുല്ലാഹു ബിഹിൽ ജവാരിഹ. നീ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് എന്തേ പേടിക്കാത്തത്? ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച് നുണ പറഞ്ഞ് പരിചയമുള്ള നാവിനെ സംസാരിക്കുന്നത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മറ്റവയവങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുകയും സത്യം പൂർണ്ണമായി വെളിച്ചത്ത് വരികയും ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് നീ എന്തേ ആ ദിവസത്തെ ഭയപ്പെടാതിരിക്കുന്നത്? വഅജബം മിൻക വഅൻത മുബ്സിറു കൈഫ തജന്നബത ത്വരീഖൽ വാളിഹ. നിന്നിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം അത്ഭുതകരമാണ്. തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സകല റൂട്ടിലൂടെയും നീ പോവുകയാണ്. വാസ്തവത്തിൽ കാര്യങ്ങളുടെ നിജസ്ഥിതിയൊക്കെ നിനക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. എന്നിട്ടും ഈ നിഷേധാത്മക നിലപാട് വല്ലാതെ ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണ്. കൈഫ തകൂനു ഹീന തഖറഉ ഫീ ഗദി സഹീഫതൻ ഖദ് ഹാവത്തിൽ ഫളായിഹ. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ജീവിതത്തിൽ നടന്ന സകലമായ സംഭവങ്ങളും രേഖപ്പെടുത്തിയ ഒരേട് നിന്റെ കയ്യിലേക്ക് തന്നിട്ട് അത് വായിക്കാൻ പറയുന്ന നേരത്ത് ധാരാളം വഷളത്തരങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഏട് വായിക്കുന്നത് എങ്ങനെയാണ് എന്ന് നീ ഒന്ന് ആലോചിച്ചിട്ടില്ലേ? എന്നിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ജനങ്ങളുടെ മുന്നിൽ ആ ഏട് വായിക്കുന്ന സമയത്ത് ഞാൻ വഷളാവാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ വേണം എന്ന് നിനക്കെന്തേ ചിന്തിക്കാൻ സാധിക്കാത്തത്? വകൈഫ തർളാ അൻ തകൂന ഖാസിറ
യൗമ യഫൂസു മൻ യകൂനു റാബിഹാ. ലാഭകരമായി അള്ളാഹുവിന്റെ ഇബാദത്തിൽ മുഴുകി അന്നത്തെ ദിവസം വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി സന്തോഷിക്കുന്ന മനുഷ്യന്മാരുണ്ടാകുമ്പോ അന്ന് പരാജയപ്പെടുന്ന ആളാവാൻ നീ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് ഫഅമൽ മീസാനിക ഖൈറൻ ഫഅസ യകൂനു ഫീ യൗമിൽ ഹിസാബി റാജിഹാ. അതുകൊണ്ട് നന്മയും തിന്മയും തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ തട്ടിൽ നിനക്ക് നന്മയുടെ തട്ടിൽ ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെ ആ നന്മയുടെ തട്ടിന് ഭാരം തൂങ്ങുന്ന അവസ്ഥയിലെത്തിക്കാനും ആവശ്യമായ സൽപ്രവർത്തനങ്ങൾ നീ നടത്തണം. വസും ഫഹാദാ യൗമു ആശൂറ അല്ലദീ മാ സാല ബിത്തഖ്വാ ശസാഹു ഫായിഹാ. അതുകൊണ്ട് മുഹറം 10 നീ നോമ്പെടുക്കണം. ഈ ആശൂറാന്റെ ദിനം അള്ളാഹുവിനുള്ള തഖ്വയോടുകൂടെ നീ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ സുഗന്ധം അടിച്ചു വീശുന്നൊരു സ്വഭാവത്തിലേക്ക് നിനക്ക് എത്താൻ പറ്റണം. യൗമുൻ ശരീഫുൻ ഖസ്സനല്ലാഹു ബിഹി യാ ഫൗസ മൻ ഖദ്ദമ ഫീഹി സാലിഹാ. അല്ലാഹു തആല വലിയ ആദരവോടെ നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ദിവസമാണത്. ആ ദിവസത്തിന്റെ മഹത്വം കളഞ്ഞു കുളിക്കാതെ സുഹൃതങ്ങൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ദിവസത്തെ അന്വർത്ഥമാക്കാനുള്ള, ആ ദിവസത്തിൽ നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ നേട്ടം കൊയ്യാനുള്ള തീരുമാനവും ഉത്തരവാദിത്വവും നീ എടുക്കണം. അതോടൊപ്പം കുടുംബത്തിന് വിശാലത ചെയ്യണം. മുഹറം 10 അന്ന് കുടുംബത്തിന് വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അല്ലാഹു തആല നമുക്ക് വിശാലത ചെയ്യുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസിന്റെ ദുർബലതയൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ധാരാളം റിപ്പോർട്ടിലൂടെ അത് വന്നതുകൊണ്ട് ആ ദുർബലത പരിഹരിക്കാൻ അത് മതിയാകുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നു മാത്രമല്ല, ധാരാളം മഹാന്മാർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന ഹദീസിന്റെ ആശയം ഞങ്ങൾ വർഷങ്ങളോളം പരീക്ഷിച്ചിട്ട് അത് ഫലവത്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു കാര്യങ്ങൾ മുഹറം 10 അന്ന് പ്രത്യേക നോമ്പും അതേപോലെ തന്നെ അന്നത്തെ ദിവസം പ്രത്യേകമായി കുടുംബത്തിന് വിശാലത ചെയ്യലും അത് മനസ്സിലാക്കേണ്ടതാണ്. മറ്റേത് പ്രത്യേകമായ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും പൊതുവായ പുണ്യങ്ങളൊക്കെ ആ ദിവസത്തിൽ വർദ്ധിപ്പിക്കാനും ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഈ നല്ല ദിനങ്ങളൊക്കെ അർഹമായി ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.